Merry Christmas. എന്നാണ്? Merry Christmas. ഓ അത് ഇംഗ്ലീഷാ. ആയിക്കോട്ടെ. മേരി ക്രിസ്മസ്. ഞാൻ ഈ പുള്ളിക്ക് കുറച്ച് ലാംഗ്വേജിൻ്റെ കുറച്ച് ചെറിയൊരു കുഴപ്പമുണ്ട്. പുള്ളിക്കല്ല, പുള്ളി പറയുന്നത് പുള്ളിക്ക് മനസ്സിലാവും, നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാവുമല്ലോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ തർജ്ജമ ചെയ്യാൻ ശ്രമിക്കാം. ഉറപ്പൊന്നുമില്ല, പറയുന്ന കാര്യങ്ങൾ ഏകദേശം നമുക്ക് തട്ടിക്കൂട്ടിയൊക്കെ ഒപ്പിക്കാം. സാന്റ സിറ്റ് സിറ്റ് ചേറ് സിറ്റ് ചേറ്. എന്താ പറഞ്ഞേ, എനിക്ക് സിറ്റാനല്ല സാന്റ. സാന്റ യു സിറ്റ്. ഇരികളിയാ എന്റെ വല്ലതാണ്ട. ഈ നോർത്ത് പോളിലൊക്കെ പോയി കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ എങ്ങാനും വന്ന് കിടന്നിരുന്നെങ്കിൽ ഈ ട്രാൻസ്ലേഷന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഓ അല്ല, എന്നെങ്കിലും പറ. അത് ശരിയാ, പുള്ളി എന്നാ പറഞ്ഞത് മനസ്സിലായോ? അവിടെ കിടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് മനസ്സമാനമുണ്ട്. ഇനിയിപ്പോ ഇവിടെ എങ്ങാനും വന്ന് കിടന്ന പുള്ളിയുടെ ഉള്ള മനസ്സമാനം കൂടി പോകുന്ന പുള്ളി പറയുന്നത്. കുറച്ചൊക്കെ തെളിച്ചൊക്കെ പറയാം, എല്ലാം മനസ്സിലാവണം. എന്തെങ്കിലും ആവട്ടെ. സാറിനെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ചെറുപ്പത്തില്. അന്ന് കണ്ണി കാണാതെ അന്നായി എനിക്ക് ഗിഫ്റ്റും തരാമെന്നും പറഞ്ഞ് കാത്തിരുന്ന് ആവട്ടെ, ആ കാര്യങ്ങളൊക്കെ പോട്ടെ. സാറിന്റെ ഈ ഇന്ത്യയിലൊക്കെ പോവാറുണ്ടോ? ഇന്ത്യ കേട്ടിട്ടുണ്ടോ? ഇന്ത്യ അവിടത്തുകാരാണേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്ത്യയിലൊക്കെ പോവാറുണ്ടോ? എന്തായിരുന്നു ഇന്ത്യയിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ? ഇന്ത്യ ഉണ്ടോ? കർത്താവ് എങ്ങനെ പോയിറങ്ങിയത്? സിയാച്ചിൻ കാർഗിൽ ബോർഡറിലും അല്ലാണോ? വെടിവെപ്പും കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ. കേരള എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കേരള എക്സ്പീരിയൻസ്. ഇന്ത്യ അത് തന്നെ, ഇന്ത്യ കേരള. കുടുവേ സംഭവം എനിക്ക് തോന്നുന്നേ, പുള്ളി നാട്ടിൽ ലിഫ്റ്റ് കൊടുക്കാൻ പോയപ്പോ കുറുവാസംഘാന്ന് പറഞ്ഞ് നാട്ടുകാർ പിടിച്ചു വെച്ച കഥയാ പുള്ളി പറയുന്നത്. കുറുവാക്കള്ളന്മാരുണ്ട്, നോക്കി പോണം. പിടിച്ചു വെച്ച് കാണുമല്ലേ? അത് സംഭവം അതാ. ഇപ്പൊ നമ്മുടെ നാട്ടില് കുറുവാക്കള്ളന്മാരൊക്കെ ഉണ്ട്, അവര് പിടിച്ചു വെച്ചതായിരിക്കും. ഇനി പോവാണ്ട, പണി കിട്ടും. കേരളത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പോട്ടെ. ഈ പിള്ളേരുടെ ലെറ്ററൊക്കെ കിട്ടിയായിരുന്നു? കൊച്ചു പിള്ളേരുടെ, നമ്മുടെ ഈ പിള്ളേരുടെ ചിൽഡ്രൻസ് ഗിഫ്റ്റ്സിന്റെ ഒക്കെ ലെറ്ററൊക്കെ കിട്ടിയായിരുന്നോ? ഗിഫ്റ്റിനുള്ള ലെറ്ററൊക്കെ കിട്ടിയായിരുന്നോ? ഇതന്നെ എങ്ങനെ എടുക്കുന്ന ഗിഫ്റ്റിന് ഉള്ള ലെറ്റർ കൊണ്ട് നടക്കുവാണോ? കൈ പിടിച്ചോണ്ട് നടക്കുവാണോ? ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലേ? എന്നാണ് ഇത്? കാര്യമായിട്ട് വല്ലതും ഉണ്ടോ? എന്നാ സംഭവം? മിഠായി? എന്റെ പൊന്ന് കർത്താവ്, ഇങ്ങനോട് എന്നാ ഞാൻ ചോദിച്ചേ? എന്റെ പൊന്ന് കേട്ടാ, എന്റെ പൊന്ന് താറ്റാ. വല്ല ലെറ്റർ വല്ലോ ലെറ്റർ കിട്ടിയായിരുന്നോ? ഇതുപോലത്തെ ഒരു ലെറ്റർ വല്ലതും ഉണ്ടോ? ഇതെന്നാ സാധനം ഇത്? ഇതോ? നോക്കട്ടെ. അത് ശരി. ലെറ്റർ ചോദിച്ചപ്പോഴേ കുട്ടികളുടെ ലെറ്റർ ഞാൻ പുള്ളിയോട് ചോദിച്ചത്. പുള്ളി ഇപ്പൊ എടുത്തു തന്ന ലെറ്റർ ഏതാന്ന് വെച്ച് ഇവിടത്തെ സംഘാടകരിൽ ആരോ പുള്ളിക്ക് അയച്ചൊരു ലെറ്റർ ഇങ്ങോട്ട് എടുത്ത് തന്നേക്കുന്നത് കേട്ടോ. വായിക്കാൻ കേട്ട ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കല്ല. ഇവിടത്തെ സംഘാടകരിൽ ആരോ അയച്ച കത്ത എനിക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ. മോനെ വലുതും കിട്ടും, നീ അവിടെ നിൽക്ക്. കത്ത് വായിക്കുക കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. എന്റെ കർത്താവ്, ഇതാരാണോ എഴുതിയത്? സാന്റ വായിക്കുവാണ്. എത്രയും പ്രിയപ്പെട്ട സാന്റാ ക്ലൗസിന്, സാന്റാ ക്ലൗസ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. സാന്റാ ക്ലൗസിന് അത്രയും പ്രിയപ്പെട്ട ഞാൻ എഴുതുന്ന കുത്ത്. സാന്റ എല്ലാവർക്കും സാമാനങ്ങൾ കടക്കുന്ന വിവാരം ഞാൻ അലിഞ്ഞു. സാന്റ എന്നെ പലചരക്ക് കടക്കാരൻ, എല്ലാവർക്കും സാമാനങ്ങൾ കൊടുക്കാൻ. സമ്മാനങ്ങൾ എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. വലിയ ആളുകൾക്കും സമ്മാനങ്ങൾ കിടക്കുമോ? തമിഴാണ്.
ഞാൻ സാന്റ വരുന്നതും കൂത്ത് ഉറങ്ങാതെ കടി കിടക്കും. കട്ടിലി കിടക്കുമെന്നായിരിക്കും ഭർത്താവ്. Santa. ആയിക്കോട്ടെ. സാന്റ വരുമല്ലോ അല്ലേ? എൻ്റെ സമ്മാനങ്ങളുടെ ഓപ്ഷൻ ഞാൻ താഴെ കൊടുക്കുന്നു എന്നായിരിക്കും. ഓപ്ഷൻ 1 ഹണി ബ്രാക്കറ്റിൽ റോസ്. പുള്ളി എന്നതാ ഉദ്ദേശിച്ചതെന്ന് അറിയാം, എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ ഉദ്ഘാടനത്തിനുമാണോ പുള്ളി ഉദ്ദേശിച്ചത് നമുക്കറിയാൻ മേലേ. എന്റെ കർത്താവ് ഇത് ഇവിടത്തെ കാര്യമല്ല, ഞങ്ങൾക്ക് അവിടെ ഉദ്ഘാടിക്കാൻ കുറെ പേരുണ്ട്, അതിലൊരു മുതലാ. I know honey rose. കൊച്ചു കള്ളൻ. അതെ, ഇതിനും വലിയ മുതൽ കണ്ടുവച്ചിരുന്ന ആളാ. നമ്മളോടാ കളിയെന്ന് പുള്ളി പറയാം. സിൽക്കോ കിട്ടിയില്ലോ, വല്ല കൊട്ടയിലൊന്നും എഴുതിയതായിരിക്കും. ബ്ലാക്ക് ലേബൽ ബ്രാക്കറ്റിൽ ഡബിൾ. കൊച്ചു കള്ളൻ. Black leather, you want? ആണോ? സാന്റയുടെ ബ്രാൻഡ് തന്നെയാണോ? ഞാനും വല്ലപ്പോഴും കഴിക്കാൻ ഭയങ്കര കാശ് തന്നെ, നടപടിയുള്ള കാര്യമല്ല. No problem. വെളുക്കുന്ന സോപ്പ് 2 എണ്ണം. അതെന്തിനാണോ എന്തോ. എന്നാ പിന്നെ കുളിക്കാനുള്ള കുറച്ച് എണ്ണയും കൂടി ചോദിച്ചു കൂടായിരുന്നോ? ആ വീട്ടിലേക്കുള്ള 1 മാസത്തെ സാധനമാവുമായിരുന്നല്ലോ എന്ന് സാന്റയുടെ സ്വന്തം ക്ലിഡാക്ക് ഗ്രൂപ്പിലെ സംഘാടകരിൽ പ്രമുഖൻ മനോജ് ബ്രാക്കറ്റിൽ ഡുണ്ടുമോൻ. എന്റെ പൊന്നി ചങ്ങാതി, നിങ്ങൾ ഈ സാന്റായിക്കുള്ള പലചരക്ക് സംവിധാനങ്ങളുടെ കാര്യങ്ങളാണ് അയച്ചു കൊടുക്കുന്നത്. സാന്റായി, ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല. ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് നമുക്കങ്ങ് പോവാം, അതാ ഇവിടെ നടക്കുന്ന കാര്യമുള്ളൂ. അപ്പൊ എന്തായാലും സാന്റ നമ്മുടെ പരിപാടി കഴിയുന്നവരെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ആയാലും കണ്ട് ഫുഡും കാര്യങ്ങളും കടിച്ചിട്ട് നമ്മുടെ പരിപാടിയൊക്കെ കണ്ടു വെച്ചേ പുള്ളി പോവുള്ളൂ കേട്ടോ. ഒരു തുള്ളലും കൂടെ ഒക്കെ തുള്ളി വെച്ച്. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഇത് പുള്ളിക്കും പറയാൻ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. സ്ഥലം വിടാ, കൂടെ നിന്ന പ്രശ്നമാ. കുറുവ. അത് കൊള്ളാം.